ദിനംതോറും തൻ്റെ ക്രൂശ് വഹിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് ജീവിക്കണമെന്നരുളി ചെയ്ത നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ അവസാന ക്ലാസ്സിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ ധാരാളമായ കൃപ എനിക്ക് ലഭിക്കാനിടയായിട്ട് തീർന്നു. ഞാൻ ഇങ്ങനെ 45 മിനിറ്റിനുള്ള രീതിയിലുള്ള പഠനങ്ങളൊന്നും ആയിരുന്നില്ല പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ സാധാരണ ദിനംതോറും ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആലോചനകൾ ഇങ്ങനെ എഴുതി വയ്ക്കും. അത് ഈ രീതിയിൽ ക്രമീകരിക്കാനായിട്ട് കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വളരെയധികം സഹായകരമായിരുന്നു. ഈ ക്ലാസ് ജൂലൈ മാസം മുതലാണ് ആരംഭിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ എന്നെ ഞങ്ങളുടെ കുടുംബമായിട്ട് പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾ യാചിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ അവസരം നൽകിയ ദൈവസഭയ്ക്കും നേതൃത്വത്തിനും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. പലതവണ എന്നോട് ആവശ്യപ്പെട്ടിട്ടും ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ ഞാനത് സമ്മതിക്കുകയായിരുന്നു. ആ നിലയിൽ എന്നോട് കാണിച്ച ആ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. കൂടുതൽ മുഖവുരയിലേക്ക് കടക്കാതെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വേഗത്തിൽ ചിന്തിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് കാരണം ഈ വേദഭാഗത്ത് നിന്ന് തന്നെ നമ്മൾ ഒരുപാട് സന്ദേശങ്ങൾ കേട്ടിട്ടുള്ളതാണ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത്. അതുകൊണ്ട് അത് വേഗത്തിൽ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല, കൊറോണ സമയത്തും ഞാൻ ഈ ഭാഗത്ത് നിന്നൊരു ആലോചന പങ്കുവച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഈ ഭാഗങ്ങൾ പറയാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനെ ആധാരമായിട്ട് നമുക്ക് 5 മുതൽ 14 വരെയുള്ള വേദഭാഗം വായിച്ച് കേൾക്കാം. മൂപ്പന്മാർക്ക് കീഴടങ്ങുക, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളി. ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളും. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആര് വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സത്യകൃപയിലാകുന്നുവെന്ന് സാക്ഷീകരിച്ചും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരനെന്ന് നിരൂപിക്കുന്ന സിൽവാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ സഹൃദയായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. സ്നേഹചുംബനത്താൽ തമ്മിൽ വന്ദനം ചെയ്യുന്നു. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. ഈ 5-ാമത്തെ അധ്യായം നാം കഴിഞ്ഞ ആഴ്ചയിലെ ആദ്യത്തെ ഭാഗം ചിന്തിച്ചപ്പോൾ നാം ചിന്തിക്കാനിടയായിട്ട് തീർന്നത് പ്രത്യേകിച്ച് സഭാ നേതൃത്വത്തോടുള്ള ബന്ധത്തിലുള്ള ചിന്തകളാണ് ആ ഭാഗത്ത് നമുക്കുള്ളത്. അതിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊരു തലക്കെട്ടാണ് അത് കൊടുക്കാനിടയായിട്ട് തീർന്നത്. സത്യകൃപയിൽ നിലനിൽക്കുന്നവർ ദൈവിക ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കും. അതിനോടനുബന്ധിച്ച് നമ്മളത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നാം ചിന്തിച്ചു. പ്രബോധനത്തിലൂടെ, പരിപാലനത്തിലൂടെ, പ്രത്യാശയോടെ എന്നുള്ള തലക്കെട്ടിലാണ് നമ്മളത് ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഇന്ന് 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ആവർത്തിച്ച് വരുന്ന ഒരു പദപ്രയോഗമാണ് 5-ാമത്തെ വാക്യത്തിലും 6-ാമത്തെ വാക്യത്തിലും ഒക്കെ അത് കാണുന്നുണ്ട്. താഴ്മ ധരിച്ചു കൊള്ളുവിൻ, താഴ്മയുള്ളവർക്കോ 6-ാമത്തെ വാക്യത്തിൽ താനിരിപ്പിൻ എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഒരു പ്രധാന വിഷയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. സത്യകൃപയിൽ നിലനിൽക്കുന്നവർ താഴ്മ ധരിക്കുന്നവരാണ് എന്നുള്ളതാണ്. താഴ്മ ധരിക്കുക എന്നുള്ള പ്രയോഗത്തിൽ നിന്ന്
മനസ്സിലാക്കാൻ സാധിക്കുന്ന സത്യമെന്ന് പറയുന്നത്, ഒരു അടിമ അവൻ ആ അടിമയുടെ വസ്ത്രം ധരിച്ച് ശുശ്രൂഷിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് ഒരു തോർത്തെടുത്ത് ചുറ്റി ശിഷ്യന്മാരുടെ കാൽ കഴുകിയ ചിത്രമാണ് ധരിക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആ രീതിയിൽ നാം എല്ലാ ദിവസവും ധരിക്കേണ്ട ഒരു വസ്ത്രമായി താഴ്മയെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മെ കാണുന്നവർ താഴ്മയുള്ള ഒരു വ്യക്തിത്വം നമ്മിൽ വ്യക്തമായിട്ട് കാണേണ്ടതാണ്. അപ്പോൾ സത്യകൃപയിൽ നിലനിൽക്കുന്നവരുടെ ഒരു ലക്ഷണമായിട്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കും. അവർ താഴ്മ ധരിക്കുന്നവരാണ്. എന്താണ് താഴ്മ എന്ന് ചോദിച്ചാൽ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഉണ്ണിമോൾ ആൻറ്റി തൻ്റെ പുസ്തക ശേഖരണം പലർക്കും കൊടുക്കാനിടയായിട്ട് തീർന്നു. അങ്ങനെ എനിക്കും കുറേ പുസ്തകങ്ങൾ അദ്ദേഹം ഒരു ഓട്ടോയിൽ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരാനിടയായിട്ട് തീർന്നു. അതിലെ ഒരു പുസ്തകം, പല പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ചപ്പോൾ അതിലൊരു പുസ്തകത്തിൽ ഈ താഴ്മയെക്കുറിച്ച് അതിൻ്റെ ഒരു നല്ലൊരു നിർവചനം വായിക്കാനിടയായിട്ട് തീർന്നു. അപ്പോൾ ആദ്യമായിട്ട് താഴ്മ ധരിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ താഴ്മ എന്താണ് എന്നുള്ളത് ഒന്ന് പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്താണ് താഴ്മ എന്ന് പറയുന്നത്? ഇതിൻ്റെ മൂലഭാഷയിലെ അർത്ഥം, അതുപോലെ തന്നെ മറ്റു നിർവചനങ്ങൾ ഒരുപാട് നമുക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ സാധിക്കും. എന്നാൽ കുറേ കൂടെ ലളിതമായിട്ട് എന്നെ സ്പർശിച്ച ഒരു ഡെഫിനിഷനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, എൻ്റെ സ്വന്തം വിവേകം എന്നോട് പറയുന്നതനുസരിച്ച് ചെയ്യാതെ ദൈവം പറയുന്നത് ചെയ്യുവാൻ മനസ്സ് വയ്ക്കുന്നതാണ് താഴ്മ. നമ്മുടെ സ്വന്തം വിവേകത്തിലൂന്നി, അല്ലെങ്കിൽ സ്വന്തം വിവേകം യുക്തിയിലൊക്കെ ഊന്നി അത് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ അങ്ങനെ ചെയ്യാതെ ഈ കാര്യത്തെക്കുറിച്ച് ദൈവം എന്താ പറയുന്നത് അത് കേൾക്കാനുള്ള ഒരു മനസ്സ്, അങ്ങനെ വയ്ക്കുന്നതിനെയാണ് താഴ്മ എന്ന് ആ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ താഴ്മ ധരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് താഴ്മ എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ്. മറ്റു നിർവചനങ്ങൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലത് അറിവുള്ളവരാണ് എന്നുള്ളത് സംശയമില്ല. എന്നാൽ ഇത് കുറച്ചുകൂടെ എന്നെ സ്പർശിക്കാൻ ഇടയായിട്ട് തീർന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ സ്വന്തം വിവേകം എന്നോട് പറയുന്നതനുസരിച്ച് ചെയ്യാതെ ദൈവം പറയുന്നത് ചെയ്യാൻ മനസ്സ് വയ്ക്കുന്നതാണ് താഴ്മ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് താഴ്മ ധരിക്കണം എന്നുള്ള പാഠമാണ് അടുത്തത് ഞാൻ പറയാനായിട്ട് ഈ ഭാഗത്ത് നിന്ന് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് താഴ്മ ധരിക്കണം എന്ന് പറയുന്നത്? നാം അവിടെ വായിക്കുന്നുണ്ട് 6-ാമത്തെ വാക്യത്തിൽ. ഒന്ന് വായിക്കാം 6-ാമത്തെ വാക്യം. താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കും. ഓക്കെ, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ. ഇത് ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞ സന്ദേശമായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കാതെ വേഗത്തിൽ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. തക്ക സമയത്ത് ഉയർത്തപ്പെട്ട ജീവിതം നയിക്കാനായിട്ട്, തക്ക സമയത്ത് ഉയർത്തപ്പെട്ട ജീവിതം, നാം അങ്ങനെ തന്നെയാണ് അവിടെ വായിക്കുന്നത്. എന്തിൽ നിന്നുള്ള ഉയർച്ചയാണ് എന്നുള്ളത് ആ പശ്ചാത്തല പ്രകാരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ കാണുന്നത് കീഴടങ്ങിയിരിക്കാനാവാത്ത ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് നമ്മെ ഉയർത്തുവാനായിട്ട് അവൻ മതിയായവനാണ്. മാത്രമല്ല നിഗളം, നാം അവിടെ വായിക്കുന്നുണ്ട്, നിഗളികളോട് എതിർത്തു നിൽക്കുന്നു എന്നുള്ളത് നാം അവിടെ കാണുന്ന ഒരു പ്രയോഗമാണ്. 5-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അതിൽ നിന്ന് ഉയർത്തുവാൻ, അതിൻ്റെ ആ നിഗളം എന്ന അവസ്ഥയിൽപ്പെട്ട് നമ്മൾ വിശ്വാസത്തിൽ അലഞ്ഞുഴഞ്ഞു പോകാതിരിക്കാനായിട്ട്, അതിൽ നിന്ന് ഉയർത്താനായിട്ട് അവൻ അതിന് താഴ്മ ധരിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല മറ്റൊരു കാര്യം നാം അവിടെ വായിക്കും, 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. അപ്പോൾ ചിന്താകുലം നിറഞ്ഞ ജീവിതം, അതിൽ നിന്നൊരു ഉയർച്ച അത് നൽകാനായിട്ട് നാം സ്വന്തം വിവേകം പറയുന്നതനുസരിച്ച് ചെയ്യാതെ ദൈവം പറയുന്നത് ചെയ്യാൻ മനസ്സ് വയ്ക്കണം. അർത്ഥാൽ താഴ്മ ധരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ 1-ാമത്തെ പാഠം, എന്തുകൊണ്ട് താഴ്മ ധരിക്കണം എന്ന് ചോദിച്ചാൽ, തക്ക സമയത്ത് ഉയർത്തപ്പെട്ട ജീവിതം നയിക്കാൻ. എന്തിൽ നിന്നുള്ള ഉയർച്ചയാണ് ഇവിടെ പറയുന്നത്? ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്നുള്ള ഉയർച്ചയാണോ? അങ്ങനെയുള്ള ഉയർച്ച തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. എന്നാൽ ഈ പശ്ചാത്തല പ്രകാരം, ഈ ഭാഗത്തെ വിഷയപ്രകാരം പലതരത്തിലുള്ള പാപ സ്വഭാവങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള സൂചനകളുള്ള പദങ്ങൾ നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് നമ്മെ ഉയർത്താൻ അവൻ മനസ്സുള്ളവനാണ്. അതിനെ നാം നമ്മുടെ സ്വന്തം വിവേകം നമ്മോട് പറയുന്നതനുസരിച്ച് ചെയ്യാതെ ദൈവം പറയുന്നത് ചെയ്യാൻ മനസ്സ് വയ്ക്കണം എന്നുള്ളതാണ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ നാം മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നത്, അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന് പേരിടണമെന്ന്. അപ്പോൾ കർത്താവ് വന്നത് തന്നെ
നമ്മെ നിത്യമായ നരകത്തിൽ നിന്ന് രക്ഷിക്കാനാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തന്നെയും തിരുവെഴുത്ത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുക, അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്. അപ്പോൾ നമ്മെ പാപം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് അവൻ രക്ഷിക്കുവാൻ കർത്താവ് കടന്നു വന്നു. അത് ഈ നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം നാൾ വരെയും അവനതിന് മനസ്സുണ്ട്, അവനതിന് കഴിവുണ്ട്. ആ ശുശ്രൂഷ അവൻ തികയ്ക്കുക തന്നെ ചെയ്യാനിടയായിട്ട് തീരും. അപ്പോൾ അതിൽ നിന്നുള്ള ഉയർച്ചയാണ് ഇവിടെ കാണുന്നത്. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് നമ്മുടെ സ്വന്തം യുക്തി, സ്വന്തം വിവേകം നമ്മളോട് പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാതെ ആ കാര്യത്തെക്കുറിച്ച് ദൈവം എന്താ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ട് തീരണം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ താഴ്മ ധരിച്ച് ജീവിക്കാൻ ഇടയായിട്ട് തീരണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് താഴ്മ ധരിക്കണം എന്ന് ഈ വേദഭാഗത്തോട് നാം ചോദിച്ചാൽ മറ്റൊരു ഉത്തരം നമുക്ക് അവിടെ നിന്ന് വേഗത്തിൽ കണ്ടെത്താൻ സാധിക്കും. 5-ാമത്തെ വാക്യം നാം നേരത്തെ വായിച്ചു കേട്ടതാണ്, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു എന്നുള്ളത്. അപ്പോൾ തക്ക സമയത്ത് കൃപ ലഭിക്കുവാനായിട്ട് നാം സ്വന്തം വിവേകം ഊന്നാതെ ദൈവം പറയുന്നത് ചെയ്യാൻ മനസ്സ് വയ്ക്കണം. അർത്ഥാൽ താഴ്മ ധരിക്കണം എന്നുള്ളത് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ രണ്ടും ഒരേ ആശയം തന്നെയാണെങ്കിലും ഇവിടെ രണ്ട് തരത്തിൽ അത് വിശദീകരിച്ചിരിക്കുന്നത് കൊണ്ട് എഴുതിയിരിക്കുന്നത് ഞാൻ രണ്ട് കുറിപ്പുകളായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. തക്ക സമയത്ത് കൃപ ലഭിക്കാനായിട്ട്. ഞാൻ 1-ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞു എന്തുകൊണ്ട് ഈ ലേഖനം ഞാൻ പഠിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയായിരുന്നു. രക്ഷിക്കപ്പെട്ടു അനേകം നാളുകളിൽ പിന്നിട്ടെങ്കിലും ചില ഒരു സംതൃപ്തകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കുന്നില്ല. സഭായോഗങ്ങളിലൊക്കെ വരുന്നുണ്ട്, പല കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും പാപങ്ങളെ ജയിക്കാനായിട്ട് സാധിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം ധ്യാനിക്കുന്നുണ്ട്, വചനം പഠിക്കുന്നുണ്ട്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിനെ കുറിച്ച് സാക്ഷിക്കുന്നുണ്ട്, ആ രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പക്ഷേ എവിടെയോ വീണ്ടും എഴുന്നേറ്റും എന്നുള്ള അതിൽ കൂടുതൽ കർത്താവിലുള്ള സന്തോഷം അനുഭവിക്കാൻ സാധിക്കാതെ വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വേദഭാഗത്തിലേക്ക് ശ്രദ്ധ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കൃപ ലഭിക്കുന്നില്ല. അഥവാ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിൽ നിഗളമുണ്ട്, സ്വന്തം വിവേകത്തിൽ ഊന്നിക്കൊണ്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ മറ്റുള്ളവർ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ തന്നെയും അതിൻ്റെ ഉൾവശങ്ങളെ കർത്താവിൻ്റെ മുമ്പാകെ ആ വെളിച്ചത്തിൻ്റെ മുമ്പാകെ ശരിയായി ഇരിക്കുമ്പോൾ അന്തരേന്ദ്രിയങ്ങളെ അറിയുന്ന കർത്താവ് അത് വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ അത് ബോധ്യപ്പെട്ടപ്പോൾ ആണ് ഈ പഠനത്തിലേക്ക് വരാനിടയായിട്ട് തീരുന്നത്. അതിനെന്നെ സഹായിച്ചൊരു വാക്യം ഇത് തന്നെയാണ്, റോമർ 6:14. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. POC ട്രാൻസ്ലേഷനാണ്. പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. കാരണം നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. അപ്പോൾ പാപത്തിൽ തുടർന്ന് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നാം കൃപയ്ക്ക് കീഴിലല്ല എന്നുള്ളതാണ്. പാപം ഭരണം നടത്തുന്ന ഒരു ജീവിതത്തിന് ഉടമകളായിട്ട് ഞാനും നിങ്ങളും തുടരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നാം കൃപയ്ക്ക് കീഴിലല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മിൽ നിഗളമുണ്ട് എന്നുള്ളതാണ്. സ്വന്തം വിവേകത്തിൽ ഊന്നിക്കൊണ്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അത് ക്രിസ്തീയ ജീവിതത്തിലെ സന്തോഷത്തെ കെടുത്തിക്കളയുന്നതാണ്. സമ്പൂർണ്ണ പാപവും രഹിത ജീവിതത്തെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. എന്നാൽ അറിയപ്പെടുന്ന എല്ലാ തെറ്റുകളിൽ നിന്നും നാം മനഃപൂർവ്വമായി നോ പറഞ്ഞുകൊണ്ട് കർത്താവിലുള്ള സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു അനുഭവത്തെയാണ്. ഓരോ ദിവസവും വരുന്ന ചെളികൾ കഴുകിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്ന അനുഭവത്തെക്കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം നിറവേറണമെങ്കിൽ കൃപയിൻ കീഴിൽ നാം ജീവിക്കണം. അതിന് നിഗളം നമ്മിൽ നിന്ന് മാറ്റേണ്ടത് ആവശ്യമാണ്. കർത്താവ് തന്നെ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ജീവജലത്തിൻ്റെ നദി ഒഴുകുക. അപ്പോൾ ഒരു നദി ഒഴുകുക, നദീമുഖത്ത് നിന്ന് അല്ലെങ്കിൽ പർവ്വതത്തിൽ നിന്ന് ആ നദീമുഖത്തിൽ നിന്ന് ആ സമുദ്രത്തിൻ്റെ ആ നദീമുഖത്ത് നിന്ന് ആ നദി ഉത്ഭവിക്കുമ്പോൾ അത് മുകളിൽ നിന്ന് താഴേക്കാണ് ഉത്ഭവിക്കുക. ഇപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകാനിടയായിട്ട് തീരും. അപ്പോൾ നദി ഒഴുകുന്നത് താഴോട്ടാണ്. താഴ്മയുടെ ഒരു ചിത്രം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ
മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവസന്നിധിയിൽ താഴാത്തതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്. താഴ്മയുണ്ടെങ്കിൽ ദൈവം നമുക്ക് കൃപ തരും. കൃപ തന്നാൽ പാപം നമ്മുടെ മേൽ ഭരണം നടത്താത്ത ജീവിതം നയിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. അത് നമ്മുടെ അനുഭവം തന്നെയാണ്. അപ്പോൾ തക്ക സമയത്ത് കൃപ ലഭിച്ച് പാപം ഭരണം നടത്താത്ത ജീവിതം നയിക്കാനായിട്ട് നാം സ്വന്തം വിവേകത്തിലൂന്നാതെ ദൈവം പറയുന്നത് ചെയ്യാൻ മനസ്സ് വയ്ക്കണം. അർത്ഥാൽ താഴ്മ ധരിക്കണം എന്നാണ് ഇവിടെ നിന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ 2 പാഠങ്ങൾ ഞാൻ ഇതിനോട് എന്തുകൊണ്ട് താഴ്മ ധരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറയാനിടയായിട്ട് തീർന്നു. ഇനി എങ്ങനെ അത് സാധിക്കും, അതാണ് ഇനിയുള്ള സമയത്ത് തുടർന്നുള്ള വേദഭാഗങ്ങളിൽ നിന്ന് പറയാനായിട്ട് ഞാൻ എങ്ങനെ ഈ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ദൈവം പറയുന്നത് അനുസരിക്കുവാൻ മനസ്സ് വയ്ക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ താഴ്മ ധരിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും. അതിലുള്ള രഹസ്യങ്ങളാണ് നമുക്ക് ഈ വേദഭാഗത്തിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അത് വേഗത്തിൽ ഒന്ന് പറയാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് കർത്താവിൻ്റെ കരുതൽ അനുഭവിക്കുന്നതിലൂടെ എന്നുള്ള പാഠമാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ കരുതൽ അനുഭവിക്കുക. ഇത് ഒന്നാമത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. പത്രോസിൻ്റെ സവിശേഷതകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ കരുതൽ അനുഭവിച്ച പത്രോസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പത്രോസിൻ്റെ ജീവിതം നാം നോക്കുമ്പോൾ കർത്താവിൻ്റെ കരുതൽ ഇത്രമാത്രം അനുഭവിച്ച മറ്റൊരു വ്യക്തിയുണ്ടോ എന്ന് സംശയമാണ്. ഈ ലേഖനത്തിൽ അനേക സൂചനകൾ കർത്താവിൻ്റെ കാൽച്ചുവട് വാസ്തവമായി പിന്തുടർന്ന പത്രോസിനെ നമുക്ക് കാണാനായിട്ട്, അങ്ങനെയും നമുക്കിത് ഈ ലേഖനം പഠിക്കാനായിട്ട് സാധിക്കും. സുവിശേഷങ്ങളിലുള്ള ഒരുപാട് കാര്യങ്ങൾ പത്രോസിൻ്റെ കർത്താവിനോട് കൂടെ കാൽച്ചുവട് പിന്തുടർന്ന് നടന്നപ്പോൾ ഉണ്ടായി താൻ അനുഭവിച്ച ഒത്തിരി കാര്യങ്ങളുടെ പരാമർശനങ്ങൾ, സൂചനകൾ ഈ 5 അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ കരുതൽ അനുഭവിക്കുന്നത് കർത്താവിൻ്റെ ആ വചനത്തിൽ നമ്മുടെ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ താഴ്മ ധരിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതെങ്ങനെ സാധിക്കും? നമുക്കറിയാം, നമ്മെ കർത്താവ് നടത്തുന്ന വിധങ്ങളൊക്കെ അത് നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും യുക്തിക്കൊക്കെ അതീതമായിട്ടാണ് കർത്താവ് നമ്മെ ഇന്നും നടത്തിയത്. നാം ഇന്നത്തെ ദിവസത്തെ ഒന്ന് വിചിന്തനം ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ എത്ര അത്ഭുതകരമായ അതിശയകരമായിട്ടാണ് കർത്താവ് നമ്മെ പരിപാലിക്കുന്നത്, നമ്മെ നടത്തുന്നത്. അപ്പോൾ കർത്താവിൻ്റെ കരുതൽ അനുഭവിക്കുമ്പോൾ ഒരിക്കലും അവനോട് ആലോചന ചോദിക്കാതെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്നത് താഴ്മ ധരിക്കുന്നതാണ് എന്നുള്ളതാണ് ഞാനിവിടെ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പത്രോസിനെ സംബന്ധിച്ച് തൻ്റെ വ്യക്തി ജീവിതത്തിൽ കടലിന്മേൽ നടക്കുന്ന ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തൻ്റെ കുടുംബജീവിതത്തിൽ തൻ്റെ അമ്മാവിയമ്മയെ, പനി പിടിച്ച അമ്മാവിയമ്മയെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് സൗഖ്യമാക്കിയ ആ കർത്താവിൻ്റെ കരുതൽ പത്രോസിൻ്റെ ജീവിതത്തിൽ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സാമൂഹ്യ ജീവിതത്തിൽ മഹാപുരോഹിതൻ്റെ ദാസൻ്റെ കാത് വെട്ടി ഒരു പക്ഷേ അറസ്റ്റിലായി ജയിലിലാകേണ്ടുന്ന സന്ദർഭമാണ്. പക്ഷെ കർത്താവ് അവിടെ സൗഖ്യമാക്കിയില്ലെങ്കിൽ പത്രോസ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഗുരുതരമായ ആ സോഷ്യൽ ലൈഫ്, സാമൂഹ്യ ജീവിതത്തിൽ കർത്താവിൻ്റെ കരുതൽ പത്രോസ് അനുഭവിച്ചതാണ്. ദൈവാലയ ജീവിതത്തോടുള്ള ചതുർദ്രഹ്മ പണം കൊടുക്കണമെന്നുള്ള പിരിക്കേണ്ടുന്നവർ തന്നെ സമീപിച്ചപ്പോൾ ആ അവിടെയും കർത്താവ് കരുതുന്ന വിധം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തൻ്റെ ശുശ്രൂഷ മേഖലയിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. കാരാഗ്രഹത്തിൽ കിടന്നുറങ്ങുന്ന പത്രോസ് അവിടെയും തട്ടി ഉണർത്തി വീണ്ടും ശുശ്രൂഷ രംഗത്തേക്ക് സജീവമാക്കി വിടുന്ന കർത്താവിൻ്റെ കരുതൽ പത്രോസ് അനുഭവിച്ചത് കാണാനായിട്ട് സാധിക്കും. തൻ്റെ തൊഴിൽ ജീവിതത്തിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എന്നാൽ അവൻ്റെ വാക്കിന് വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടിയത് നാം വായിക്കുന്നുണ്ട്. അങ്ങനെ എത്ര അനുഭവങ്ങൾ കർത്താവിൻ്റെ കരുതൽ അനുഭവിച്ചത് പത്രോസിനെ സാക്ഷിക്കാനായിട്ട് സാധിക്കും. ഇന്ന് രാത്രി പത്രോസ് ഇവിടെ വന്നൊരു ഇൻ്റർവ്യൂ എടുക്കുവാനായിട്ട് നമുക്കൊരു അവസരം ലഭിച്ചാൽ ഇതൊന്നുമല്ല, ഒട്ടനവധി, ഒരു പക്ഷേ ഇന്ന് രാത്രി മുഴുവൻ ഇരുന്നാൽ പോലും വർണ്ണിച്ചു തീർക്കുവാൻ കഴിയാത്ത വിധത്തിൽ കർത്താവിൻ്റെ കരുതൽ പത്രോസിന് വിവരിക്കാനായിട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ട് എങ്ങനെ ഇത് സാധിക്കും, എങ്ങനെ താഴ്മ ധരിച്ച് ജീവിക്കാൻ സാധിക്കും, എങ്ങനെ സ്വന്തം വിവേകം എന്നോട്
പറയുന്നത് അനുസരിച്ച് ചെയ്യാതെ ദൈവം പറയുന്നത് ചെയ്യുവാനായിട്ട് മനസ്സ് വയ്ക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ കരുതൽ അനുഭവിക്കണം. നാം ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ ഞാനായിരിക്കുന്നത് അവൻ്റെ കൃപയാലാണ്. അവൻ്റെ കൃപയാലാണ് ഞാൻ ആയിരിക്കുന്നത്. എൻ്റെ ശക്തിയോ എൻ്റെ മിടുക്കോ എൻ്റെ കഴിവോ ഒന്നുമല്ല. അവൻ്റെ ആ രീതിയിലുള്ള കരുതൽ യഥാർത്ഥമായി അനുഭവിക്കുന്നത് മനസ്സിലാക്കുന്നവർ, തിരിച്ചറിയുന്നവർക്ക് താഴ്മയോടെ ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ള പാഠമാണ് 7-ാം വാക്യത്തിൽ നിന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ കർത്താവിൻ്റെ കരുതൽ അനുഭവിക്കുന്നവരാണ് ഞാനും നിങ്ങളും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ കർത്താവിൻ്റെ കരുതൽ അനുഭവിച്ച് ജീവിക്കുവാനായിട്ട്, അത് തിരിച്ചറിഞ്ഞ് കർത്താവിനെ രുചിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അടുത്തതായിട്ട് എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ കരുതലിൽ ആശ്രയിക്കണം എന്ന് മാത്രമല്ല, 6-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കും. ബലമുള്ള എന്നുള്ള ഒരു പദം നാം അവിടെ കാണുന്നുണ്ട്. കർത്താവിൻ്റെ കരത്തിന് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ ഒരു കുറിപ്പാക്കി ചിന്തിക്കാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ കരുത്തിൽ ആശ്രയിക്കുന്നതിലൂടെ നമുക്കത് സ്വന്തം കരുത്തിലല്ല, സ്വന്തം ശക്തിയിലല്ല, സ്വന്തം സ്വാധീനങ്ങളിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൽ നാം ആശ്രയിക്കുക, ചാരുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ദൈവം പറയുന്നത് ചെയ്യാൻ മനസ്സ് വയ്ക്കാൻ സാധിക്കും. അർത്ഥാൽ താഴ്മ ധരിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കരം എന്നുള്ളതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം ഇവങ്ങനെയാണ്. ദൈവത്തിൻ്റെ കരം എന്ന് പറയുന്നത് ദൈവിക പദ്ധതികൾ നിർവഹിക്കുന്ന തൻ്റെ ശക്തിയുടെയും തൻ്റെ സാന്നിധ്യത്തിൻ്റെയും പ്രതീകമാണ്. ദൈവത്തിൻ്റെ കരം എന്ന് പറയുന്നത് ദൈവിക പദ്ധതികൾ നിർവഹിക്കുന്ന തൻ്റെ ശക്തിയുടെയും തൻ്റെ സാന്നിധ്യത്തിൻ്റെയും പ്രതീകം. ആ കരുത്ത്, ആ ശക്തി പകർന്നു തരാൻ അവന് മനസ്സുണ്ട്. എന്നാൽ അതിനായിട്ട് നാം അവനിൽ ചാരേണ്ടത്, ആശ്രയിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ ഈ കരുത്ത് അല്ലെങ്കിൽ ഈ ബലം നാം പ്രാപിക്കണമെങ്കിൽ നാം മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തിൽ നാം ചിന്തിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇതിനോടുള്ള ബന്ധത്തിൽ അത് ചേർത്ത് ചിന്തിക്കാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ കരുത്ത്, കർത്താവിൻ്റെ ബലം, കർത്താവിൻ്റെ ശക്തി അനുദിന ജീവിതത്തിൽ ആസ്വദിക്കണമെങ്കിൽ മത്തായി 5:3 നാം വായിക്കുന്നത് എങ്ങനെയാണ്? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നുള്ളതാണ്. ആത്മാവിൽ ദരിദ്രരായവർ. എന്താണ് ആത്മാവിലെ ദാരിദ്ര്യം എന്നുള്ളത് നാം ചിന്തിച്ചിട്ടുള്ളതാണ്. അതെ, നമുക്ക് നമ്മുടെ ആവശ്യം വലുതാണ്. ദൈവത്തിൻ്റെ നിലവാരത്തിനനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു ആവശ്യമാണ്. ആ ആവശ്യം നിറവേറ്റാനായിട്ടുള്ള കഴിവില്ല, ശക്തിയില്ല. അങ്ങനെയുള്ളവനെയാണ് നാം ദരിദ്രൻ എന്ന്. ആവശ്യം വലുതായിരിക്കുകയും അത് നിറവേറ്റാനായിട്ടുള്ള പ്രാപ്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവനെയാണ് നാം ദരിദ്രൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ആ ഉയർന്ന ശ്രേഷ്ഠമായ നിലവാരം ജീവിക്കാൻ എൻ്റെ സ്വന്തം ശക്തിയിൽ, എൻ്റെ സ്വന്തം ബലത്തിൽ എനിക്ക് സാധിക്കില്ല എന്ന് സമ്മതിച്ച് അവൻ്റെ ബലത്തിൽ ചാരുക, അവൻ്റെ ബലത്തിൽ അങ്ങനെയുള്ളവർക്ക് അവൻ ശക്തി പകരുവാൻ ഇടയായിട്ട് തീരും. ആ ബലമുള്ള കരത്തിൻ്റെ ബലം അവൻ പകർന്നു തരാനായിട്ട് ഇടയായിട്ട് തീരും എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിൻ്റെ കരുത്തിൽ ആശ്രയിക്കുന്നതിലൂടെ നമുക്ക് താഴ്മ ധരിക്കുവാൻ സാധിക്കും. അർത്ഥാൽ നമ്മുടെ സ്വന്തം വിവേകം നമ്മോട് പറയുന്നത് അനുസരിച്ച് ചെയ്യാതെ ദൈവം പറയുന്നത് ചെയ്യുവാൻ മനസ്സ് വയ്ക്കാൻ ഇടയായിട്ട് തീരും എന്നുള്ളതാണ്. മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത് 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. നിർമ്മതരായിരിക്കും, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവരോട് എതിർത്ത് നിൽക്കും. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലമെന്നതും അവനുള്ളത്. ആമേൻ. ഓക്കെ, എങ്ങനെ ഇത് സാധിക്കും എന്നുള്ള മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത് 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൽ നിലനിൽക്കുക എന്നുള്ള പാഠം, ആ ഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. കർത്താവിൽ നിലനിൽക്കുക എന്ന് പറയുമ്പോൾ നാം അവിടെ നമുക്ക് വലിയൊരു പ്രതിയോഗിയുണ്ട്. നമുക്കൊരു പ്രതിയോഗിയെക്കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട്. പ്രതിയോഗിയായ പിശാച്.
അപ്പോൾ ഇങ്ങനെയുള്ള പിശാച് നമ്മെ ചതിക്കാനും വഞ്ചിക്കാനും നമ്മുടെ വിരുദ്ധ തെറ്റിക്കാനും നാം ഇവിടെ വായിക്കുന്നത് തൻ്റെ 10-ാം വാക്യത്തിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുക. അപ്പം നമുക്ക് ലഭിക്കാനിരിക്കുന്ന തേജസ്സിൽ കുറവ് വരുത്താനായിട്ട് അവൻ എപ്പോഴും വഞ്ചനയും ചതിയുമായിട്ട് സദാ ജാഗരൂകനായി പ്രവർത്തിക്കുന്നവനാണ്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നാം വീണു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വീണു പോകാതിരിക്കാനായിട്ട് കർത്താവിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണെന്നുള്ള ഒരു ആലോചനയാണ് ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാനിടയായിട്ട് തീർന്നത്. അങ്ങനെ കർത്താവിൽ നിലനിൽക്കാനായിട്ട് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് 8, 9, 10 വാക്യങ്ങളിൽ നിന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൽ നിലനിൽക്കുക എന്നുള്ളത്. കർത്താവിൽ നിലനിൽക്കുക. നാം കർത്താവിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ, നാം കർത്താവിൽ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ, നമ്മുടെ അടിസ്ഥാനം ഭദ്രതയുള്ളതല്ലെങ്കിൽ, നമ്മുടെ അടിസ്ഥാനം ഉറപ്പുള്ളതല്ലെങ്കിൽ നമ്മെ എളുപ്പത്തിൽ വീഴ്ത്തുവാൻ ശത്രുവിന് സാധിക്കും എന്നുള്ള. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്കിവിടെ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് നിർമ്മതരായിരിക്കണം എന്നുള്ള ക്രിയാപദമാണ് അവിടെ ആദ്യമായിട്ട് നാം കാണുന്നത്. നിർമ്മതരായിരിക്കണം എന്നുള്ളതാണ്. നിർമ്മതരായിരിക്കുക എന്നുള്ളത് ഇതിനു മുൻപ് പലതവണ ഇതിനോടകം പത്രോസ് ഈ ലേഖനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഭാഗത്തിൻ്റെ പശ്ചാത്തലം അനുസരിച്ച് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ സ്വഭാവത്തെ വിവേചിച്ച് ശത്രുവിൻ്റെ ഉദ്ദേശ്യങ്ങളെയും ഉപദ്രവങ്ങളെയും മനസ്സിലാക്കി ഗൗരവത്തോടിരിക്കുക എന്നുള്ളതാണ് ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു കമൻ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. ലോകത്തിൻ്റെ സ്വഭാവത്തെ വിവേചിച്ച് ശത്രുവിൻ്റെ ഉദ്ദേശങ്ങളെയും ഉപദ്രവങ്ങളെയും മനസ്സിലാക്കാനായിട്ട് തീരുമാനമെടുത്ത് മനസ്സിലാക്കി ശരിയായ രീതിയിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്ന അല്ലെങ്കിൽ സുബോധമുള്ള ഒരവസ്ഥ എന്നുള്ളതാണ്. എന്നാൽ അതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ എഴുതിയതാണ് ഞാൻ വായിക്കാനിടയായിട്ട് തീർന്നത്. ലോകത്തിൻ്റെ ചതി, ലോകത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ നേച്ചർ നമ്മൾ വിവേചിച്ചറിയണം. മാത്രമല്ല ശത്രുവിൻ്റെ ഉദ്ദേശങ്ങളും ഉപദ്രവങ്ങളും നാം തിരിച്ചറിയണം. അങ്ങനെ നാം സുബോധമുള്ളവരായിരിക്കേണ്ടത് ആവശ്യമാണ്, ജാഗ്രതയുള്ളവരായിരിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉണർന്നിരിക്കണം എന്നുള്ളതാണ്. ഉണർന്നിരിക്കണം. ശത്രുവിൻ്റെ ഏത് നീക്കത്തെയും എതിരിടാനായിട്ട് എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ വായിച്ച് മനസ്സിലാക്കാനിടയായിട്ട് തീർന്നത്. ദുഷ്ടൻ്റെ ഏത് നീക്കത്തെയും എതിരിടാൻ എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം, ഉണർന്നിരിക്കണം എന്നുള്ള പദം സൂചിപ്പിക്കുന്നതാണ്. കർത്താവ് ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുള്ളത് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമുക്കിത് എടുക്കാനായിട്ട് സാധിക്കും. കാരണം പിശാച് നമ്മുടെ വിരുദ്ധ തെറ്റിക്കുവാൻ, നമുക്ക് ലഭിക്കുവാനുള്ള തേജസ് അത് കുറവ് വരുത്തുവാനായിട്ട്, പാപത്തിൻ്റെ ചതിയിൽ നമ്മെ പെടുത്തുവാനായിട്ട് സദാ ജാഗരൂകനായിട്ട് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ നീക്കത്തെ എതിരിടാനായിട്ടുള്ള ജാഗ്രത അത് നമ്മെ സഹായിക്കുന്നത് പ്രാർത്ഥനയാണ്. കർത്താവിൻ്റെ പ്രാർത്ഥനാ ജീവിതം മകുടോദാഹരണമാണ് ഇതിനോടുള്ള ബന്ധത്തിൽ. കാരണം കർത്താവ് എന്ത് ഡിസിഷൻ എടുക്കുന്നതിന് മുൻപും മുഴുരാത്രി പ്രാർത്ഥിക്കുന്ന ചിത്രം നമുക്ക് സുവിശേഷങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥന പിശാചിനെ ജയിക്കാനായിട്ട്, കർത്താവിൽ നിലനിൽക്കാനായിട്ട് സഹായിക്കും. ഉണർന്നിരിക്കണം എന്നുള്ള പദം അതും നമ്മെ ഓർപ്പിക്കുന്നു എന്ന് പറയാനായിട്ട് ഞാൻ അടുത്തതായിട്ട് നാം 8-ാം വാക്യത്തിൽ തന്നെ കാണുന്ന പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ട് അവനോട് എതിർത്ത് നിൽക്കണമെന്ന് ചോദിച്ചാൽ നാം അവനെക്കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ പ്രതിയോഗിയാണ് അവൻ, നമ്മുടെ ശത്രുവാണ് അവൻ. മാത്രമല്ല അവൻ അലറുന്ന സിംഹം പോലെ നമ്മെ ഭീതിപ്പെടുത്തുന്ന, നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു പ്രതീതിയാണ് നമുക്കവിടെ കാണുന്നത്. ഇവിടുത്തെ ഭാഗത്ത് നിന്നാണ് പിശാചിൻ്റെ ആ സ്വഭാവം കാണുന്നത്. മറ്റു ഭാഗങ്ങളിൽ മറ്റ് സ്വഭാവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അലറുന്ന സിംഹം എന്ന പോലെ എന്നുള്ളതാണ്. സിംഹമല്ല, സിംഹം എന്ന പോലെ എന്നുള്ളൊരു പ്രയോഗം നമുക്ക് കാണാം. പക്ഷേ ആ സിംഹം എന്ന പോലെയും വന്ന് നമ്മെ ഭയപ്പെടുത്തുവാൻ, ഭീതിജനകമായ അവസ്ഥകൾ, രംഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുവാനായിട്ട് ഇടയായിട്ട് തീരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം അവനോട് ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും ശ്രമിക്കാതെ, അവനുമായിട്ട് ഒരു തരത്തിലും ചർച്ച ചെയ്യാതെ, നാം ഹവ്വയെക്കുറിച്ച് വായിക്കുന്ന ഹവ്വയുടെ ചരിത്രം വായിക്കുമ്പോൾ പിശാചുമായിട്ട് ചർച്ചയ്ക്ക് അവൾ മുതിർന്നു, അത് കെണിയിൽ അകപ്പെടാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ ഒരു തരത്തിലും അവനുമായിട്ട് അനുരഞ്ജന
വിമോചനത്തിന് ശ്രമിക്കാതെ എപ്പോഴും അവനോട് എതിർത്ത് നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, അവൻ ചെയ്യുന്നൊരു കാര്യം അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന്, വിഴുങ്ങുക എന്നുള്ളത് അവൻ്റെ വശത്താക്കുക, അവൻ്റെ നിയന്ത്രണത്തിലാക്കുക, അതിനുവേണ്ടി അവൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് അലറുകയും വിഴുങ്ങുകയും ചെയ്യുന്ന നമ്മളെ അവൻ്റെ ഭീതിപ്പെടുത്തി അവൻ്റെ വശത്താക്കാനായിട്ട് ശ്രമിക്കുന്ന അവനോട് എതിർത്ത് നിൽക്കേണ്ടത് ആവശ്യമാണ്. ആ എതിർത്ത് നിൽക്കാനായിട്ട് സർവായുധ വർഗത്തെക്കുറിച്ച് നാം എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ ഈ എതിർത്ത് നിൽക്കണം എന്ന് പല തവണ നാം ആ ഭാഗത്ത് വായിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആ പിശാചിനെ കുറിച്ച് നാം വായിക്കുന്നു, വിശ്രമമില്ലാതെ നമ്മെ വലയിൽ വീഴ്ത്താനായിട്ട് സദാ ജാഗരൂകനായിട്ട് ശ്രമിക്കുന്നവനാണ്. അതുകൊണ്ട് അവൻ്റെ തന്ത്രങ്ങൾ, അവൻ്റെ പരീക്ഷകൾ, അതിനെ അതിജീവിക്കാനായിട്ട് നമ്മോട് പറഞ്ഞിരിക്കുന്നത് അവനോട് എതിർത്ത് നിൽക്കണം. നാം അവനോട് എതിർത്ത് നിന്നാൽ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകുമെന്ന് നാം യാക്കോബിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ കാര്യം, കർത്താവിൽ നിലനിൽക്കാനായിട്ട് ഒരു തരത്തിലും പിശാചുമായി കോംപ്രമൈസിന് മുതിരാതെ അവനോട് എതിർത്ത് ശക്തമായ നിലപാടെടുക്കണം. പലപ്പോഴും ഈ കാലഘട്ടങ്ങളിൽ കാണാത്ത ഒരു കാര്യമാണ്. ശക്തമായ നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ നിലപാടുകളിലൊക്കെ അളവ് വരുത്തുകയാണ്. നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ നാം ശക്തമായ നിലപാടെടുത്ത് പല വിഷയത്തോടുള്ള ബന്ധത്തിൽ പോകുന്നത് വളരെ സന്തോഷകരമാണ്. എന്നാൽ അങ്ങനെയല്ലാത്ത നാം ഇവിടെ വായിക്കുന്നത് പോലെ സഹോദര സഭകളാണ് നമ്മുടെ ചുറ്റുമുള്ളത് എന്നുള്ളത് സങ്കടകരമാണ്. അങ്ങനെയുള്ള സഭകളിൽ വന്നുകൂടുന്ന ഒരുപാട് മലിനതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വ്യക്തമായ നിലപാട് പിശാചിനോടുള്ള ബന്ധത്തിൽ എടുക്കണം. സഭയോടുള്ള ബന്ധത്തിൽ നാം ദൈവവചനാടിസ്ഥാനത്തിൽ എടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ എടുക്കാൻ സാധിക്കുന്നത് പിശാചിനോട് എതിർത്ത് നിൽക്കുന്ന മനോഭാവം ഉള്ളവർക്ക് മാത്രമാണ്. അപ്പോൾ എതിർത്ത് നിൽക്കണം എന്നുള്ളത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് ധൈര്യം തള്ളിക്കളയാതിരിക്കണം എന്നുള്ളതാണ്. 9-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ നമ്മെ നിരാശപ്പെടുത്താനുള്ള പിശാചിൻ്റെ മറ്റൊരു തന്ത്രമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഇവിടെ സഹോദരവർഗത്തിനും കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരുന്നു എന്ന് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പരീക്ഷകളും പരിശോധനകളും രോഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇതെന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നത് എന്നൊക്കെ ചിന്ത നമ്മുടെ മനസ്സിൽ വന്ന് നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പത്രോസ് ഇവിടെ പറയാണ്, ഇത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, ഇത് സഹോദരവർഗത്തിന് ലോകമെമ്പാടുമുള്ളവർക്ക് ഇതുണ്ട്. ആ വക കഷ്ടപ്പാടുകളുണ്ട്, പലതരത്തിലുള്ള പീഡനങ്ങളുണ്ട്, പരിശോധനകളുണ്ട്, അഗ്നിശോധനകളുണ്ട്, നിങ്ങൾക്ക് മാത്രമുള്ളതല്ല എന്നുള്ളത് അവരോട് പറയുകയാണ്. അതിൽ നിന്നാണ് നമ്മുടെ ധൈര്യം തള്ളിക്കളയരുത് എന്നുള്ള ഒരു സത്യം വരാൻ ഇടയായി. മാത്രമല്ല, മറ്റൊരു പ്രയോഗം കൂടെ ഈ പാഠം എന്നെ പഠിപ്പിച്ചു. 10-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം നാം വായിക്കുന്നത്, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുക. അപ്പോൾ നമ്മുടെ ഈ കഷ്ടവും ബുദ്ധിമുട്ടും ഞെരുക്കവും ഒക്കെ അല്പകാലത്തേക്കേ ഉള്ളൂ. മാത്രമല്ല, അത് അടുത്ത വരിയിൽ നാം വായിക്കുന്നത്, തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കാനുള്ള നിത്യമായ തേജസ്, നമ്മുടെ കഷ്ടങ്ങൾ അല്പകാലത്തേക്കുള്ളത്. ഇത് രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ നാം ഉള്ളിൽ നിരാശപ്പെട്ട് ക്ഷീണിച്ച് തളർന്നു പോകേണ്ടതില്ല. നമുക്കുള്ള ധൈര്യം തള്ളിക്കളയരുത്, അത് മുറുകെ പിടിക്കാനായിട്ട് ഇടയായിട്ട് തീരണം. അപ്പോൾ 4-ാമത്തെ പാഠമായിട്ട് അവിടെ നിന്ന് പഠിക്കാനായിട്ടുള്ളത്, ധൈര്യം തള്ളിക്കളയരുത്. കാരണം അല്പനേരത്തേക്കേ ഉള്ളൂ ഈ കഷ്ടത, നിത്യ തേജസ്സാണ് നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് മാത്രമൊന്നുമല്ല ഈ കഷ്ടതയുള്ളത്, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിനെല്ലാം ഇങ്ങനെയുള്ള പരിശോധനകളൊക്കെ ഉണ്ട് എന്നുള്ളതും നാം ഓർത്തിരിക്കേണ്ട ഒരു കാരണം. അപ്പോൾ ഒരു അസാധാരണമായൊരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് ഓർത്ത് ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാനായിട്ട് ആവശ്യമില്ല. നമ്മുടെ കർത്താവിലുള്ള ധൈര്യം തള്ളിക്കളയാതെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. 5-ാമതായിട്ട് നാം അവിടെ 9-ാം വാക്യത്തിൽ വായിക്കുന്ന, വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായിട്ട് പിശാചിനോട് എതിർത്ത് നിൽക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്ഥിരതയുള്ളവരായിട്ട് തീരണം. കർത്താവിൻ്റെ വചനത്തിലും അവനിലും നാം സ്ഥിരതയുള്ളവരായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും കഷ്ടതകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നാം ക്ഷീണിച്ച് തളർന്ന് നിരാശപ്പെട്ടൊക്കെ പോകാനാണ് സാധ്യതയുള്ളത്. നാം സ്ഥിരത, കർത്താവുമായിട്ടുള്ള ആ അടുപ്പത്തിനൊക്കെ ഉലച്ചിൽ തട്ടാനായിട്ടാണ് അവൻ ഇതൊക്കെ പ്രധാനമായിട്ട്
പ്രധാനമായിട്ട് പിശാച് കൊണ്ടുവരുന്നത്. എന്നാൽ പലപ്പോഴും ഇങ്ങനെയുള്ള പരിശോധനകളും പ്രതികൂലങ്ങളൊക്കെ നമ്മെ കൂടുതൽ ആത്മീക പക്വതയിലേക്കും അതുപോലെ തന്നെ സമ്മർദ്ദങ്ങളിൽ ഉറച്ചു നിൽക്കാനും സാക്ഷ്യം നിലനിർത്തി മുന്നോട്ട് പോകുവാനും ഇടയാക്കേണ്ടത് ആവശ്യമാണ്. അതിന് സ്ഥിരത വളരെയധികം അനിവാര്യമാണ് എന്നുള്ളതാണ് ഇവിടെ പറയാനായിട്ട് ആഗ്രഹം. ഒടുവിലായിട്ട് പ്രത്യാശയോടെ ഇരിക്കണം എന്നുള്ളതാണ്. പ്രത്യാശയോടെ ഇരിക്കണം. നിത്യ തേജസ് എന്നുള്ള പ്രയോഗമാണ് ഈ ആശയത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത്. നമ്മെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാം അവിടെ കാണുന്നത്. നമ്മെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു. മറ്റു രീതിയിലും ഈ വിളി എന്നുള്ള പ്രയോഗം നമുക്ക് ഈ ലേഖനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന ഒരു ശോഭനമായ ഒരു അവസ്ഥയിലേക്ക് കർത്താവ് ഈ എളിയവരായ നമ്മെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രതിഫലത്തിന്മേൽ നോട്ടം വെച്ച് നാം സഹിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് താൻ തന്നെയാണ് നമ്മുടെ പ്രതിഫലം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ 6 പാഠങ്ങളാണ് ഇതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചത്. കർത്താവിൽ നിലനിൽക്കുന്നതിലൂടെ എന്നുള്ളതാണ്. കർത്താവിൽ നിലനിൽക്കുന്നവർക്ക് താഴ്മയെ ധരിച്ച് ജീവിക്കാനായിട്ട് അതിന് നമ്മെ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ്. നിർമ്മതരായിരിക്കണം, സുബോധമുള്ളവരായിരിക്കണം. നാം ഈ ലോകത്തിൻ്റെ സ്വഭാവത്തെയും അതുപോലെ പിശാചിൻ്റെ ആ ശക്തി തന്ത്രങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞ് വളരെ ഗൗരവത്തോടുകൂടി തീരുമാനങ്ങൾ എടുത്ത് മുന്നേറുവാൻ ഇടയായിട്ട് ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥനയുടെ ചിത്രമാണ് അത് കൊണ്ടുവരുന്നത്. മാത്രമല്ല എതിർത്ത് നിൽക്കുവാനിടയായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ നിരാശപ്പെട്ട് തളർന്നു പോകരുത്. ധൈര്യം ഒരിക്കലും തള്ളിക്കളയാനിടയായിട്ട് തീരരുത്. സ്ഥിരതയുള്ളവരായിട്ടിരിക്കണം. പ്രത്യാശയോടെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. 4ാമത്തെ പാഠം എന്ന് പറയുന്നത് എങ്ങനെ സ്വന്തം വിവേകം പറയുന്നതനുസരിച്ച് ചെയ്യാതെ നമുക്ക് ദൈവം പറയുന്നത് ചെയ്യാൻ മനസ്സ് വയ്ക്കാൻ സാധിക്കും. അടുത്ത പാഠം എന്ന് പറയുന്നത് 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലമെന്നേക്കും അവനുള്ളത്. ആമേൻ. ഓക്കെ. ഈ ഭാഗം വായിക്കുമ്പോൾ മറ്റൊരു രീതിയിൽ നമുക്കിത് പഠിക്കാൻ സാധിക്കും. കർത്താവിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഞാനൊരു 10 കുറിപ്പുകൾ വേഗത്തിൽ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം ഇവിടെ ഈ പരിശോധനകൾ അഗ്നിശോധനയാണ്. ഈ അഗ്നിശോധനയുടെ മധ്യത്തിൽ നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ കാര്യങ്ങളെ വിചാരിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവിനെ നമുക്ക് ഈ അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തെക്കുറിച്ചിട്ടുള്ള അറിവാണ് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട്, അഗ്നിശോധനയെ അതിജീവിക്കാനായിട്ട് എന്നെയും നിങ്ങളെയൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ ദൈവമേ നിന്നറിവാലെ ഹൃദയം നിറയ്ക്കുക എന്നാണ് ഭക്തകവി പാടുവാനിടയായിട്ട് തീരുന്നത്. അപ്പോൾ കർത്താവിനെ അറിയുക എന്നുള്ള തലക്കെട്ട് അതുകൊണ്ടാണ് കൊടുത്തത്. കർത്താവിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 5:10 നാം വായിച്ചു, സർവകൃപാലുവായ ദൈവം എന്നാണ്. സർവകൃപാലുവായ ദൈവം. മാത്രമല്ല മറ്റൊരു കാര്യം നാം അവിടെ വായിക്കുന്നത് വിളിക്കുന്ന ദൈവം, നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന. അപ്പോൾ വിളിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല അവൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവത്തെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എതിർത്ത് നിൽക്കുന്ന ദൈവം, നിഗളികളോട് ഈ സത്യം എന്നെ ഭയപ്പെടുത്തിയ അല്ലെങ്കിൽ കുറേ കൂടെ താഴ്മയോടെ ജീവിക്കേണ്ടതിൻ്റെ സത്യം മനസ്സിലാക്കിയ ഒരു പ്രയോഗമാണ് എതിർത്ത് നിൽക്കുക. വലിയവനായ സർവശക്തനായ ദൈവം എന്നിൽ നിഗളമുണ്ടെങ്കിൽ എൻ്റെ എതിർഭാഗത്ത് നിൽക്കുകയാണ് എന്നുള്ള ചിന്ത കുറേ കൂടെ താഴ്മയുള്ളവരായി സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ദൈവം പറയുന്നത് ചെയ്യാൻ മനസ്സ് വയ്ക്കാനായിട്ട് സഹായിച്ച ഒരു സത്യമാണ്. ദൈവം എൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്നുവെങ്കിൽ അത് എത്ര ഭയാനകമായ ഒരവസ്ഥയാണ് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എതിർത്തു നിൽക്കുന്ന ദൈവം, നിഗളികളോട് എതിർത്തു നിൽക്കുന്ന ദൈവം. അപ്പം നമ്മിൽ നിഗളത്തിൻ്റെ അംശം ഒരു ദിവസത്തിലും ഉണ്ടാകുവാൻ ഇടയാകരുത്. ഡെയിലി അത് പരിശോധിച്ചുകൊണ്ട് അനുദിനം താഴ്മയോടെ ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിച്ചാൽ പാപം ഭരണം നടത്താത്ത ജീവിതം നയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഭാരങ്ങൾ വഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ട്. നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നത് ആകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഇതിന് സമാനമായ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, നിന്റെ ഭാരം അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക, യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും നമ്മുടെ ഭാരങ്ങളെ നാൾതോറും വഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് അഗ്നിശോധനയുടെ മധ്യത്തിൽ എന്നുള്ളതും നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ബലവാനായ ദൈവം,
ബലവാനായ ദൈവം. അത് നാം അവിടെ വായിക്കുന്ന അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ എന്നുള്ള പ്രയോഗത്തിൽ നിന്നും 11-ാം വാക്യത്തിൽ ബലം എന്നേക്കും അവനുള്ളത് എന്നുള്ള പ്രസ്താവനയിൽ നിന്നും നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബലവാനായ ദൈവം. അപ്പോൾ അവൻ്റെ ബലം ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല. മാത്രമല്ല, എത്രത്തോളം എടുക്കുന്നുവോ അല്ലെങ്കിൽ എത്രത്തോളം നാം അത് അനുഭവിക്കുന്നുവോ അത് ഒരിക്കലും കുറവാവാതെ പൂർണ്ണതയുള്ളതായിരിക്കും. ദൈവത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം അത് ഒരു നാളും കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതൊരു കോൺസ്റ്റൻ്റാണ്. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ബലം. നാം ഓരോ ദിവസവും ആ ദൈവത്തിൻ്റെ ബലമാകുന്ന കിണറ്റിൽ നിന്ന് കോരുന്തോറും ഒരിക്കൽ പോലും അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അത്രമാത്രം ആ ടാങ്കിൽ നിന്ന് നമുക്ക് അത് ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയം. ബലവാനായ ദൈവത്തെക്കുറിച്ച് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം. 10-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി എന്ന് നാം വായിക്കും. യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറയുമ്പോൾ കേടുപാട് നീക്കി ആദ്യം എങ്ങനെയായിരുന്നോ ആ നിലയിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കീറിപ്പോയ വല നന്നാക്കി എടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരു കൈ ഒടിഞ്ഞു, ആ ഒടിഞ്ഞ കൈ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കി തീർക്കുന്ന ഒരവസ്ഥ. വല കേടായിപ്പോയി, ആ വലയെ നന്നാക്കി പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിശാചിൻ്റെ തന്ത്രം എന്ന് പറയുന്നത് എപ്പോഴും പ്രശ്നങ്ങളും പരിശോധനകളും കഷ്ടതകളും നാം നനച്ചിരിക്കാത്ത നാഴികയിൽ നനച്ചിരിക്കാത്ത മേഖലയിലൂടെ കൊണ്ടുവന്ന് നമ്മെ നിരാശയുടെ പടുകുഴിയിലായിരിക്കാം, അല്ലെങ്കിൽ പാപത്തിൻ്റെ പടുകൂടി പല നിലകളിൽ നമ്മെ താഴ്ത്തുവാനായിട്ട് ഉപയോഗമില്ലാതാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തി വീണ്ടും ഉപയോഗിക്കുന്ന ഒരു ചിത്രം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം നാം തൊട്ടടുത്ത പദത്തിൽ തന്നെ വായിക്കുന്നു, യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഇളകിയാടി ഉലയുന്നതിനെ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ള പ്രയോഗമാണ് അവിടെയുള്ളത്. കാറ്റും കോളും ഉണ്ടാകുമ്പോൾ പാറിപ്പോകാതിരിക്കുക കപ്പൽ നങ്കൂരമിട്ട് ഉറപ്പിക്കുന്ന ചിത്രമാണ് ഈ വാക്കിന് ഉള്ളത് എന്നാണ് പറയുന്നത്. ഇത് പത്രോസിൻ്റെ അനുഭവമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പത്രോസിനെ കുറിച്ച് നാം വായിക്കുന്നത്, പിശാച് അവൻ്റെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു, പക്ഷെ നിൻ്റെ വിശ്വാസം പോകാതിരിക്കാനായിട്ട് നിനക്ക് വേണ്ടി ഞാൻ അപേക്ഷിച്ചു എന്ന് കർത്താവ് പറഞ്ഞു. ആ രീതിയിൽ നാം ഇളകി താളടിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ കാറ്റും കോളും അടിക്കുമ്പോൾ നാം നിരാശപ്പെട്ടും തളർന്നും വിശ്വാസത്തിൽ നിന്ന് വിശ്വാസം ത്യജിച്ചു പോകാതെ വിശ്വാസത്തിൽ പ്രയോജനമില്ലാത്തവരായിട്ട് തീരാതിരിക്കാനായിട്ട് നമ്മെ ഉറപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ച് കാണും. പിശാചിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മെ തളർത്തി നമ്മെ ഉപയോഗശൂന്യരാക്കി മാറ്റുക എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത കാറ്റും കോളും ഒക്കെ ആഞ്ഞടിക്കുമ്പോഴും വീണ്ടും അതിൻ്റെ മധ്യത്തിൽ ഉറച്ചു നിന്ന് ഉറപ്പുള്ളവരായിട്ട് കുലുങ്ങാത്തവരായിട്ട് നമ്മെ നിർത്തുന്നവനാണ് ദൈവം എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അടുത്തൊരു പദം നാം അവിടെ വായിക്കുന്നത് ശക്തീകരിക്കും എന്നുള്ളതാണ്. ഉറപ്പിച്ച് ശക്തീകരിക്കുന്ന ദൈവം എന്നാണ്. ശക്തീകരിക്കുന്ന ദൈവം. നാം പൗലോസിൻ്റെ പ്രയോഗം പൗലോസ് ഇതിന് സമാനമായ കാര്യം പറഞ്ഞ് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ, എനിക്ക് ശക്തി തരുന്നൊരു കർത്താവുണ്ട് എന്നുള്ളതാണ്. ശക്തീകരിക്കുന്ന ദൈവം. പല നിലകളിലുള്ള പ്രതിബന്ധങ്ങളിലൂടെ അലറുന്ന സിംഹം പോലെ പിശാച് വരുമ്പോൾ, അതേ യഹൂദാ ഗോത്രത്തിലെ സിംഹമായവൻ, അവൻ സിംഹമെന്ന പോലെ പിശാച് വരുമ്പോൾ യഹൂദാ ഗോത്രത്തിലെ സിംഹമായവൻ അവൻ യഥാർത്ഥത്തിൽ കരുത്തുള്ള ശക്തീകരിക്കുന്ന ദൈവമായി നമ്മോട് കൂടെ പരിശോധനകൾ അതിജീവിക്കാനായിട്ട് നമ്മെ പ്രാപ്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഒടുവിലായിട്ട് നൽകുന്ന ദൈവത്തെക്കുറിച്ചും നാം ഇവിടെ കാണും. കൃപ നൽകും എന്ന് നാം വായിക്കും. നൽകുന്ന ദൈവം. അപ്പോൾ നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പരിശോധനകളിലും പ്രതികൂലങ്ങളിലൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്, ഈ ദൈവത്തെക്കുറിച്ച് ശരിയായ അറിവും ഉൾക്കാഴ്ചയും അത് കേവലം ഭൗതിക മണ്ഡലത്തിലല്ല, നമ്മുടെ ഹൃദയാംഗമമായി ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ദൈവം പറയുന്നത് മനസ്സ് വയ്ക്കാൻ സാധിക്കും. അർത്ഥാൽ താഴ്മ ധരിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഭാഗത്ത് നിന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒടുവിലായിട്ട്
ഈ ഭാഗത്തിൻ്റെ അവസാനത്തിൽ നാം കാണുന്നത് കർത്താവിനുള്ളവരെ അറിയുന്നതിലൂടെ എന്നുള്ളതാണ്. 12 മുതൽ 13, 14 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ 12-ാം വാക്യത്തിൽ നിങ്ങൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സത്യകൃപയിലാകുന്നുവെന്ന് സാക്ഷീകരിച്ചും കൊണ്ട് നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ എന്ന് നിരൂപിക്കുന്ന സില്വാനോസ് എന്നുള്ള പ്രയോഗത്തിൽ നിന്നും, അതുപോലെ തന്നെ നിങ്ങളുടെ സഹവൃതയായ ബാബിലോണിലെ സഭയും, അതുപോലെ തന്നെ എനിക്ക് മകനായ മർക്കോസും, പിന്നെ സ്നേഹചുംബനത്താൽ തമ്മിൽ എന്നുള്ള പ്രയോഗവും, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളാണ് ഈ സത്യം ഞാൻ പഠിക്കാനായിട്ട് ഇടയായിട്ട്. അപ്പോൾ കർത്താവിനുള്ളവരെ നാം മനസ്സിലാക്കുക അല്ലെങ്കിൽ സ്നേഹിക്കുവാനായിട്ട് അറിയുവാനായിട്ട് ഇടയായിട്ട് തീരണം. അതിനോടുള്ള ബന്ധത്തിൽ 3 കാര്യങ്ങൾ നമുക്കിവിടെ എടുക്കാനായിട്ട് സാധിക്കും. കർത്താവിനുള്ളവരെ അറിയുക എന്ന് പറയുമ്പോൾ ഇതൊരു സ്നേഹബന്ധമാണ് എന്നുള്ളത് നമുക്കവിടെ നിന്ന് മനസ്സിലാക്കാം. മാത്രമല്ല ഇതൊരു സമാധാന ബന്ധമാണ്. തമ്മിൽ സമാധാനം, ദൈവത്തോടും സമാധാനമുള്ള ഒരു ബന്ധമാണ്. മാത്രമല്ല ഇതൊരു സഹോദര ബന്ധമാണ് എന്നുള്ളതും ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇന്ന് പറയാനായിട്ട് ശ്രമിച്ച കാര്യം എന്ന് പറയുന്നത് ഈ 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ സത്യകൃപയിൽ നിലനിൽക്കുന്നവർ താഴ്മ ധരിക്കുന്നവരാണ് എന്നുള്ളത്. അവരുടെ ഒരു പ്രത്യേകത താഴ്മ ധരിക്കുക എന്നുള്ളതാണ്. എന്താണ് താഴ്മ എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയാനായിട്ട് ശ്രമിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു നിർവചനമായതുകൊണ്ടാണ് അത് പറയാനിടയായിട്ട് തീർന്നത്. എൻ്റെ സ്വന്തം വിവേകം എന്നോട് പറയുന്നതനുസരിച്ച് ചെയ്യാതെ ദൈവം പറയുന്നത് ഓരോ ദിവസവും ചെയ്യാൻ മനസ്സ് വയ്ക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ അതാണ് താഴ്മയോടെയുള്ള ജീവിതം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് താഴ്മ ധരിക്കണം എന്നുള്ളതും ഞാൻ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനിടയായിട്ട് തീർന്നു. തക്ക സമയത്ത് ഉയർത്തപ്പെട്ട ജീവിതം നയിക്കാൻ. എന്തിൽ നിന്നുള്ള ഉയർച്ചയാണെന്നുള്ളതും സൂചിപ്പിക്കാനിടയായിട്ട് തീർന്നു. പാപത്തിൽ നിന്നുള്ള ഉയർച്ചയാണ്. മാത്രമല്ല തക്ക സമയത്ത് കൃപ ലഭിക്കുവാനായിട്ട്. കൃപ ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പാപത്തിന്മേൽ ഭരണം നടത്താത്ത ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് താഴ്മ വളരെ ആവശ്യമാണ്. നിഗളത്തിൻ്റെ അംശം നമ്മിലുണ്ടെങ്കിൽ നാം വീണുപോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എങ്ങനെ അത് സാധിക്കും എന്നുള്ളതാണ് കുറച്ചധികം നേരം എടുത്ത് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. ഒന്ന്, കർത്താവിൻ്റെ കരുതൽ അനുഭവിക്കുന്നതിലൂടെ എന്ന് ഞാൻ പറഞ്ഞു. പത്രോസിൻ്റെ അനുഭവമാണ് അത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാമും കർത്താവിൻ്റെ കരുതൽ ഓരോ ദിവസവും ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവരാണ്. ആ രീതിയിൽ നാം അനുഭവിക്കുന്നതൊക്കെ അവൻ്റെ കരുതലാണെന്നുള്ള തിരിച്ചറിവ് തീർച്ചയായും അവനിൽ തന്നെ ചാരുവാനായിട്ട് നമ്മെ സഹായിക്കും. താഴ്മയുള്ള ജീവിതത്തിന് നമ്മെ സഹായിക്കും എന്നുള്ളതിന് സംശയമില്ല. മാത്രമല്ല നമ്മുടെ സ്വന്തം കരുത്തിൽ ആശ്രയിക്കാതെ ബലമുള്ള അവൻ്റെ കരുത്തിൽ ആശ്രയിക്കുന്നതിലൂടെ നമുക്ക് താഴ്മ ഉള്ളൊരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല കർത്താവിൽ നിലനിൽക്കുന്നതിലൂടെ അതിന് നമ്മെ സഹായിക്കുന്ന ഒരുപാട് പ്രമാണങ്ങൾ നമുക്ക് 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ നാം ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളത് ശരിയായ രീതിയിൽ അറിയുക. ബുദ്ധി കൊണ്ട് അറിയുന്നതിനേക്കാൾ ഒരു ശിശു സഹജ മനോഭാവത്തോടുകൂടെ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുവാനും ആ വിശ്വാസം നാം പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് താഴ്മ ഉള്ള ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല കർത്താവിനുള്ളവരെ അറിയാനായിട്ട് ഇടയായിട്ട് കൂട്ടായ്മയുടെ ഒരു മനോഹരമായ ചിത്രമാണ് നമുക്കവിടെ പഠിക്കാനായിട്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ താഴ്മയുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതോടുകൂടെ ഞാൻ ഈ ഭാഗത്തിൽ നിന്ന് വിട പറയുകയാണ്. എനിക്കറിയാം ഈ 5 അധ്യായങ്ങളിലെ ഒരുപാട് വിഷയങ്ങൾ ഇനി പല നിലകളിൽ ഇത് പഠിക്കാൻ സാധിക്കും. ഞാൻ ഇങ്ങനെയൊരു തലക്കെട്ടിൽ പഠിച്ചതുകൊണ്ടാണ് പല ഭാഗങ്ങളും പല വാക്യങ്ങളൊക്കെ ചിലപ്പോൾ കൂടുതൽ വിശദീകരണം ആവശ്യമുള്ളതൊക്കെ വിശദീകരിക്കാനായിട്ട് സാധിക്കാതെ പോയത്. പക്ഷേ ഇത് എന്നെ സംബന്ധിച്ച് എൻ്റെ ആത്മീക ജീവിതത്തിലെ കൂടുതൽ പ്രയോജനപ്പെട്ടു. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിച്ചത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചിന്തിച്ച് സത്യകൃപയിൽ നിലനിൽക്കുന്നവരുടെ പ്രത്യേകതകളാണ്. ഒന്നാമത്തെ അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങളിൽ നിന്ന് അവർ അനുസരണമുള്ളവരാണ് എന്നുള്ളത് അനുസരണം കാണിപ്പാനും എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് നാം ചിന്തിക്കാനിടയായിട്ട് തീർന്നു. രണ്ടാമത് നാം ചിന്തിച്ചത് സ്തോത്രം ചെയ്യുന്നു എന്നുള്ളൊരു പ്രയോഗം അവിടെയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സ്തോത്രം എന്ന് പറയുന്നത് നാം നന്ദിയുടെ ചിത്രമാണല്ലോ. നന്ദിയുള്ളവരാണ് എന്നുള്ളത് ഓർപ്പിക്കാനിടയായിട്ട് തീർന്നു. മാത്രമല്ല തുടർന്ന് 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ആവർത്തിച്ചു വരുന്നൊരു പ്രയോഗമാണ് ആനന്ദം, സന്തോഷം എന്നുള്ളത്. അപ്പോൾ സത്യകൃപയിൽ നിലനിൽക്കുന്നവർ ആനന്ദിക്കുന്നവരാണ് എന്നുള്ളത് നാം ഓർക്കാനിടയായിട്ട് തീരും. തുടർന്ന് കർത്താവിനെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചൊക്കെ നോക്കിയ പ്രവാചകന്മാരെക്കുറിച്ചുള്ള ആ കാര്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രഹിക്കുന്നവരാണ് എന്നുള്ളത് നാം ചിന്തിക്കാനിടയായിട്ട്. തുടർന്ന് 13 മുതൽ 25 വരെ നാം പ്രാരംഭ ഗാനത്തിൽ ഓർത്തതുപോലെ പാടി സന്തോഷിച്ചതുപോലെ ശുദ്ധിയുള്ള ഒരു ജീവിതം, വിശുദ്ധിയെ തികച്ച് ജീവിക്കുന്ന ഒരു
ഒരു ജീവിതം നയിക്കുന്നവരാണ് എന്നുള്ളത് നാം അത് ചിന്തിക്കാനിടയായിട്ട് തീർന്നു. അതിൻ്റെ അടിയിൽ പല കുറിപ്പുകളായിട്ട് പല പാഠങ്ങൾ നാം ചിന്തിച്ചു. മാത്രമല്ല 2-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നിന്ന് സത്യകൃപയിൽ നിലനിൽക്കുന്നവർ വളരുന്നവരാണ് എന്നുള്ളത് നാം ചിന്തിക്കാനിടയായിട്ട് തീർന്നു. മാത്രമല്ല 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ തിരിച്ചറിവുള്ളവരാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന പദവികൾ, നമുക്ക് തന്നിരിക്കുന്ന മേഖലകൾ, ശുശ്രൂഷകൾ, അനുഗ്രഹങ്ങളൊക്കെ തിരിച്ചറിവുള്ളവരാണെന്നുള്ളത് നാം ഓർത്തു. മാത്രമല്ല 2-ന്റെ-11 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഫലം കായ്ക്കുന്നവരാണ് എന്നുള്ളത് നാം പഠിക്കാനിടയായിട്ട് സത്യകൃപയിൽ നിലനിൽക്കുന്നവരുടെ മറ്റൊരു പ്രത്യേകതയാണ്. 3-ാം അധ്യായത്തിലേക്ക് നാം വന്നപ്പോൾ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ആന്തരിക ജീവിതത്തെ ശ്രദ്ധിക്കുന്നവരാണ്. വാസ്തവത്തിൽ ഭാര്യാഭർത്താക്കന്മാരോടുള്ള കടപ്പാടുകൾ, കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ തന്നെയും അതിൽ നിന്നുള്ള ചില പ്രായോഗിക പാഠങ്ങളായിട്ടാണ് ഞാനത് പറയാനായിട്ട് ശ്രമിച്ചത്. മാത്രമല്ല 10-ാമത്തെ പാഠമായിട്ട് നാം പഠിച്ചത് 3-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് സത്യകൃപയിൽ നിലനിൽക്കുന്നവർ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളത് നാം ഓർക്കാനിടയായിട്ട് തീർന്നു. തുടർന്ന് 13 മുതൽ 22 വരെ അവസാനം വരെയുള്ള ആ ഭാഗങ്ങളിൽ നാം ചിന്തിച്ചത് വെളിച്ചം പോലെ പ്രകാശിക്കുന്നവരാണ് എന്നുള്ളത് നാം ഓർക്കാനിടയായിട്ട് തീർന്നു. മാത്രമല്ല 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്നവരാണ് എന്ന് നാം ഓർത്തു. 4-ന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഉണർന്നിരിക്കുന്നവരാണ് എന്നോർത്തു. 12 മുതൽ 19 വരെ ഒടുവിൽ വരെ 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വിലയേറിയവരാണ് എന്നുള്ളത് ഓർത്തു. അവിടെ അന്ന് ഞാൻ പറയാൻ വിട്ടുപോയത് എന്തുകൊണ്ട് വിലയേറിയവരാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം, ഈ ലോകത്തിലെ വിലയേറിയ കാര്യങ്ങൾ പരിശോധിക്കാനായിട്ട്, വിലയേറിയ കാര്യങ്ങൾ അത് വളരെ ആഴത്തിൽ കുഴിച്ചെടുത്ത് അല്ലെങ്കിൽ ആ രീതിയിൽ ഗൗരവം കൊടുക്കുകയാണ്. അപ്പോൾ പരിശോധനകളെക്കുറിച്ചാണ് നാം ആ പാഠത്തിൽ പഠിച്ചത്. എന്തുകൊണ്ട് നമുക്ക് പരിശോധന എന്ന് ചോദിച്ചാൽ നാം ദൈവത്തിന് അത്രമാത്രം വിലയേറിയവരാണ് എന്നുള്ളതാണ് പറയാനായിട്ട് ഞാൻ അവിടെ ശ്രമിച്ചത്. 15-ാമത്തെ പാഠമായിട്ട് നാം പഠിച്ചത് 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ കഴിഞ്ഞ ആഴ്ചയിൽ സഭാ നേതൃത്വത്തോടുള്ള ബന്ധത്തിൽ ദൈവികാലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവരാണ് എന്നുള്ളതാണ്. ഇന്ന് നാം പഠിച്ചത് സത്യകൃപയിൽ നിലനിൽക്കുന്നവർ താഴ്മ ധരിക്കുന്നവരാണ് എന്നുള്ളതാണ്. ഈ രീതിയിലാണ് ഈ 5 അധ്യായങ്ങളിലൂടെ എനിക്ക് കടന്നു പോകാനിടയായിട്ട് തീർന്നത്. ആ രീതിയിൽ പറഞ്ഞ പാഠങ്ങൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ പഠിച്ച പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ വചനം പറഞ്ഞ എന്നെയും കേട്ട നിങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുമാറാകട്ടെ. കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച ഇതിൻ്റെ കുറിപ്പുകളടങ്ങിയ ലഘു ബുക്കിലെട്ട് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ പഠനത്തിൽ പങ്കുകൊള്ളുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇത് എത്രയോ വിലയേറിയ ഒരു സമയമാണ്. നമുക്ക് ഇത്രയും ശാന്തമായ സാഹചര്യത്തിലിരുന്നു കൊണ്ട് ദൈവവചനം പഠിക്കാനായിട്ടിടയായി തീർന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു അനുഭവമാണ്. നമുക്ക് ലഭിച്ച ഈ വിലയേറിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നാം കേട്ടതുപോലെ നാം കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള പഠനങ്ങൾ അവസാനിക്കുമ്പോൾ നമ്മൾ സാധാരണ ഓർപ്പിക്കുന്നൊരു കാര്യമാണ്, നമ്മൾ കേൾക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഈ പാഠങ്ങൾ വ്യക്തിപരമായിട്ട് നമ്മളത് പഠിച്ച് വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ഇരുന്ന് അത് ധ്യാനിക്കുമ്പോഴാണ് ദൈവം എന്നോട് വീണ്ടും സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അങ്ങനെയാണ് അത് കൂടുതലായിട്ട് നമുക്ക് ധ്യാനിക്കുവാനും നമുക്കത് അനുഗ്രഹമായി തീരുവാനും ഇടയായിത്തീരുന്നത്. ഈ പഠനം നമുക്കറിയാം, അത് പൂർത്തിയായിട്ടുള്ള ഇതോടുകൂടി പത്രോസിൻ്റെ 1-ാം ലേഖനം പഠിച്ച് കഴിഞ്ഞു അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കുകയില്ല. ഇനിയും ധാരാളം അതിൽ നിന്ന് പഠിക്കാനായിട്ട് നാം ഇന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഓരോ പ്രത്യേകതകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ പഠനം നമുക്ക് വരും ദിവസങ്ങളിലും അനുഗ്രഹമായി തീരട്ടെ. ദൈവം നമ്മെ അവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് തൻ്റെ ജോലി തിരക്കിൻ്റെ മധ്യത്തിലും വളരെ സമയമെടുത്ത് ദൈവവചനത്തിൽ വളരെ അധ്വാനം കഴിച്ച് നമുക്ക് വേണ്ടി സമയം വേർതിരിച്ച് ഇങ്ങനൊരു പഠനം ക്രമീകരിച്ച പ്രിയ ലിജോയ് സാറിനുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം തന്നെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വരും ദിവസങ്ങളിലും ദൈവസഭയ്ക്കും ദൈവജനത്തിനും അനുഗ്രഹമായിട്ട് തുടർന്നും തന്നെ ദൈവം എടുത്ത് ഉപയോഗിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രിയ സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഓർപ്പിച്ചതുപോലെ ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച ഈ പഠനത്തിൻ്റെ നോട്ട്സിൻ്റെ ഒരു പുസ്തകം തയ്യാറാക്കി അത് വിതരണം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് നമുക്കത് ഈ പഠനം
ഈ പഠനത്തിൽ സംബന്ധിച്ച് എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഈ ക്ലാസ്സുകൾ നമുക്ക് യൂട്യൂബിലും ലഭ്യമാണ്. കേൾക്കുവാൻ വീണ്ടും വീണ്ടും കേൾക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും. അതും നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പി.വി. ആൻ്റണി സഹോദരൻ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് നമുക്ക് സമാധാനത്തോടുകൂടി മടങ്ങിപ്പോകാം. ദൈവം നമ്മെ അവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും വിശ്വസ്തനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രങ്ങളെ അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞ 22 ആഴ്ചകളിൽ കർത്താവെ പത്രോസിൻ്റെ ലേഖനത്തിൽ കൂടെ സഞ്ചരിക്കുവാനിടയായി തീർന്നല്ലോ. സ്തോത്രം. കർത്താവെ, പ്രിയമകൻ ലിജോഷ് ബാബുവിനോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വളരെ കഠിനമായിരിക്കുന്ന അധ്വാനം ചെയ്ത് തൻ്റെ ജീവിതത്തെ, ആത്മീയ ജീവിതത്തിൽ ഒരു പൊൻതൂവൽ എന്ന നിലയ്ക്ക് കർത്താവെ ആ വിഷയങ്ങൾ അവതരിപ്പിക്കുവാൻ കേൾവിക്കാരായിരിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അത് വ്യക്തമായി വെളിപ്പെടുത്തുവാൻ നിൻ്റെ ദാസനെ കൂടെ കർത്താവെ പ്രദർശിപ്പിച്ചുകൊണ്ട് കാണിച്ച എല്ലാ സ്നേഹത്തിനും കർത്താവെ കൃപയ്ക്കും വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തൻ്റെ അധ്വാനങ്ങൾ വ്യർത്ഥമല്ല എന്നറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ നിൻ്റെ ദാസനെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ദാസൻ്റെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണം, ഔദ്യോഗിക ജീവിതത്തെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേട്ട എല്ലാ ദൈവത്തിൻ്റെ വചനവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരിക്കൽ കൂടെ അയവർക്കിക്കൊണ്ട് നിൻ്റെ മഹത്വത്തിനായി നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവിൻ്റെ താഴ്മ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ പ്രതിഫലിപ്പിക്കുന്നവരായി, കർത്താവിൻ്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നവരായി നിന്നെ മഹത്വപ്പെടുത്തുവാൻ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. സകലമാനവും മഹത്വമെടുത്ത പാദത്തിൽ അർപ്പിക്കുന്നു. രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിച്ചു കൊള്ളുന്നു.